ഞാൻ അവിടുന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിന്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിന്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർപോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർപോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിന്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാട്ടിന് പറഞ്ഞനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാട്ടിൻ കുറച്ചു നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിന്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്മ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടി എന്നോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ ആദ്യം പറഞ്ഞത്.